ഞങ്ങള് പെരുമ്പാവൂരിൽ നിന്ന് മുടക്കഴ എന്ന സ്ഥലത്തുനിന്ന് വന്നു. എൻ്റെ പേര് ഉഷ. ഞാനും പെരുമ്പാവൂരും മുടക്കുഴയെന്നാണ് വരുന്നത്. ഞങ്ങളെല്ലാ മാസം തൊഴാൻ വരുന്നതാണ്. വരാറുണ്ട്, എല്ലാ മാസവും വരാറുണ്ട്. ഇന്ന് ഭഗവാനെ തൊഴാൻ വന്നതാണ് മൂന്നാള്. അതെ, ഫ്രണ്ട്സ് ആണോ അതോ ഫ്രണ്ട്സ് ആണ്? ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണോ? അല്ല, ഞങ്ങൾ 3 പേരും കല്യാണം കഴിച്ചോടെ വന്നവരാ. ഞാൻ ഈ നാട്ടിലേ അല്ല, ഞാൻ ആറന്മുളയിലാണ് ശരിക്കും. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിന്ന് നാലമ്പല ദർശനം കഴിഞ്ഞിട്ട് ഗുരുവായൂർക്ക് തൊഴുകാൻ വന്നതാണ്. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനെപ്പറ്റി നട അടച്ചു. 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ സുഖമായിട്ട് ദർശനം കിട്ടി. നന്നായിട്ട് തൊഴുതു, ഭഗവാനെ കണ്ടു. ഇനി ഞങ്ങൾ നിർമ്മല്യം തൊഴുകാൻ നിൽക്കണു. ഇന്ന് നിർമ്മാല്യം തൊഴാൻ ഭഗവാനെ തൊഴാൻ നിൽക്കുന്നുണ്ട്. നിർമ്മാല്യം തൊഴുകാൻ നിൽക്കണു. ഞങ്ങൾ നാളെ നിർമ്മാല്യം തൊഴുതിട്ട് ഞങ്ങൾ നാളെ രാവിലെ പോകും, ട്രെയിനിൽ പോകും. ഞങ്ങൾ എല്ലാ മാസത്തിലും വരാറുണ്ട് നിർമ്മാല്യം തൊഴുകാനായിട്ട്. ഞങ്ങൾക്ക് ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം കിട്ടാറുണ്ട്. ഇന്നും അങ്ങനെ കിട്ടുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കണു നിർമ്മാല്യം തൊഴുകാൻ. എന്തെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ എന്തെങ്കിലും ലൈഫിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള പ്രചോദനം എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് ഇങ്ങനെ വരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദർശനം സുഖമായിട്ട് കിട്ടാറുണ്ട്, നിർമ്മല്യം കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റാറുണ്ട്. അപ്പൊ പിന്നെ വരാനായിട്ട് ഞങ്ങൾക്ക് തോന്നും. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ വ്യാഴാഴ്ച ബുധനാഴ്ച അങ്ങനെയൊക്കെയാണ് വരാറ്. ഇന്നിപ്പോ നാലമ്പല ദർശനം കഴിഞ്ഞ് പിന്നെ അങ്ങനെ വരുമ്പോഴും തൊട്ടടുത്ത് ഭഗവാനെ കാണാറുണ്ട്. തൊട്ടടുത്ത് നിന്ന് ഞങ്ങൾ കാണാറുണ്ട് നിർമാല്യത്തിന്. അതാ പിന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കണ കാരണം ചില സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ അമ്പലക്കുളത്തിലൊക്കെ കുളിച്ചു വന്നാലും ഞങ്ങൾക്ക് അസുഖങ്ങളോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ശാരീരികമായിട്ട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, കൈകാല് വേദനയൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ വന്ന് തൊഴുതു പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ അന്നദാനം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോണത്. ഒത്തിരി ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഭക്ഷണം കിട്ടാറുണ്ട്. ഭഗവാന്റെ പ്രതീക്ഷിക്കാണ്ട് തന്നെ കിട്ടാറുണ്ട്. കൂട്ടാനെല്ലാം തീർന്നെങ്കിലും സാമ്പാറോ ചോറ് മാത്രമായിട്ട് കിട്ടാറുണ്ട്. ആ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് അത് പിന്നെയും ഞങ്ങൾ എത്ര ഇടി കൊണ്ടാലും തിരക്ക് കൊണ്ടാലും ഞങ്ങൾ പിന്നെയും വരാൻ എല്ലാ മാസവും വരാൻ ശ്രമിക്കാറുണ്ട്. ഏകാദശിക്കൊക്കെ വരാറുണ്ട്. അതൊക്കെ ഭയങ്കര ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇടിയൊക്കെ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വരും ഭഗവാന്റെ അടുത്ത്. ഞങ്ങൾ ജീവനോടെ ഞങ്ങൾ ഇങ്ങനെ വരാൻ ആഗ്രഹം. ഭഗവാനെ ഞങ്ങൾ അതിനെ അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും. അതെ, അപ്പൊ ഇപ്രാവശ്യം വരാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു ഇപ്രാവശ്യം ഇന്ന് വരാനുണ്ടായ കാരണം? എന്താ? അങ്ങനെയില്ല, ഞങ്ങൾ കറക്റ്റായിട്ട് അങ്ങനെ എല്ലാ മാസത്തിലും ഇന്ന് പറഞ്ഞില്ലേ നാലമ്പലം തൊഴുകാനായിട്ട് ഞങ്ങളൊരു വണ്ടി ആൾക്കാർ വന്നതാ. അപ്പൊ അവരൊക്കെ തിരിച്ചു പോയി. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നു. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ തോന്നിയില്ല. നിർമ്മല്യം തൊഴുകണം എന്നുള്ള ഒരു ഇത് നോക്കിക്കൊണ്ട് ഞങ്ങളിവിടെ നിർത്തി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആ വിശ്വാസം ഞങ്ങളുണ്ട്. ആഗ്രഹിച്ച പോലെ നിർമ്മാല്യ ദർശനം എന്തായാലും ലഭിക്കട്ടെ. കിട്ടാറുണ്ട്. എല്ലാം ഞങ്ങളിപ്പോ 1.5 കൊല്ലായി. 8 മിനിറ്റാണ് നിർമ്മാല്യമുള്ളത്. ആ 8 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് എന്നും കിട്ടാറുണ്ട്. ആഗ്രഹിച്ച പോലെ എന്തായാലും ദർശനം നല്ല രീതിയിൽ ലഭിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾക്ക് ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ. നമസ്കാരം.